ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ള ദിവസമാണ്. എല്ലാം കൊണ്ടും വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ദിവസമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോ ആണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെ ഹൊറിസോണ്ടലി വ്ളോഗ് എടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു കുറേ പോരായ്മകളുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ള ദിവസമാണ്. ഈ രാവിലെ തന്നെ മാറ്റിയൊരുങ്ങി എങ്ങട്ടാ അല്ലേ? ഇന്ന് എനിക്ക് CUT എക്സാം ഉണ്ട്. പിന്നെ +2 റിസൾട്ടും വരുന്നൊരു ദിവസമാണ്. എല്ലാം കൊണ്ടും വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സാമിൻ്റെ സെൻറ്ററിലെത്തി. പിന്നെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നീട് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ഇനിയുള്ള സമയം മൊത്തം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹലോ ഗൈസ്, അപ്പം ഇനി കറക്റ്റ് 1 മണിക്കൂറും കൂടിയാണ് റിസൾട്ടിനുള്ള സമയം. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടാവില്ല. ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എക്സാമും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 1.5 hours റിസൾട്ടും വരും. പിന്നെ ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പം ഇനിയിപ്പം സമാധാനമായിട്ട് കൂടായിട്ട് ഇരിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം ഇനി ബാക്കി റിസൾട്ട് വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ. നമുക്ക് 3:26 ടെൻഷൻ ഉണ്ടോ? 3:30 റിസൾട്ട് വരുന്ന പറഞ്ഞ 3:29 അവിടെ ടെൻഷൻ ഉണ്ടോ? 3:30 ഗൈസ് നമ്മളെ സൈറ്റ് തുറന്നു. എന്താ പറയുന്നത്? അങ്ങനെ റിസൾട്ട് വന്നു. മുട്ടായും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. എല്ലാവരും ഹാപ്പിയായി. ഇപ്പോൾ ഫുൾ A+ ആണെങ്കിലും എന്തൊരു മാർക്കാണെങ്കിലും ഫുൾ A+ അങ്ങനെയല്ല, ഏതൊരു മാർക്കും ആയിക്കോട്ടെ, ഒരു മാർക്ക് പോലും നമുക്ക് വെറുതെ കിട്ടുന്ന ഒന്നല്ല. അത് ഒരു മാർക്കായിക്കോട്ടെ, അതിൻ്റെ പുറകിലും ഉണ്ടാടാ ഒരു കഷ്ടപ്പാട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക്, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെടുത്ത എഫേർട്ടിനും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്ക് കിട്ടാനെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് എത്ര സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മാർക്കിലും കാര്യങ്ങൾക്കൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഓക്കെ, ഏതൊരു മൊമെൻ്റ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ നല്ല അത്രയും ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇതല്ലെങ്കിൽ അടുത്തത്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ലൈഫ് ഇതോടെ തീരുന്നില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ഫ്ലോയിൽ തന്നെ. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വരണം. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെവിടെ പോകും? പുറത്ത് പോകും. ടൗണിലൊക്കെ പോയി വെറുതെ കറങ്ങി ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എന്താണ്, ഇഷ്ടമായോ? അപ്പോൾ ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈറ്റൂൺ എന്ന് പറഞ്ഞിട്ടുള്ള കാലിക്കറ്റിലുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ടേഴ്സായിട്ട് സൂപ്പും പിന്നെ നല്ല സിസിലർ ചിക്കൻ സാലഡും ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസും നല്ല സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. എന്തായാലും പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്രഷപ്പ് ആവണം, ഉറങ്ങണം. അങ്ങനെ ഇനി ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും എല്ലാവരോടും കൺഗ്രാറ്റ്സ്. എന്തായാലും ഇനി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഇതോടുകൂടി ഒന്നും തീരുന്നില്ല. മാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും വേണ്ട, മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ടുള്ള വിഷമവും വേണ്ട. കാരണം ഇതൊന്നുമല്ല, ഇനിയാണ് ലൈഫ്.
ഏതും ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. ഇനിയാണ് ലൈഫ് ഒരുപാടുണ്ട്. ഇനിയും നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഓരോ സ്ട്രെങ്ത്തും നിങ്ങളുടെ കാപ്പബിലിറ്റീസും ഒക്കെ കാണിച്ചു കൊടുക്കാൻ ലൈഫിൽ ഇനിയും ടൈമുണ്ട്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ അതാണ് നിങ്ങളെ എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം, എന്നിട്ട് ലൈഫിൽ നല്ലൊരു പൊസിഷനിലെത്താം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ലൈഫിലെ, അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ കുറേ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം എന്തൊക്കെ ഇനി മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നെല്ലാം നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും ഇത്രയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.